ഹായ് ഹലോ വെൽക്കം ടു മോംസ് ഗാർഡൻ. ഇന്ന് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവുമായി നമ്മുടെ വേഴാമ്പലിനുള്ള ഒരു സമയം. നമ്മുടെ ജീവിതമല്ല, നമ്മൾ വേഴാമ്പലിനെ കണ്ടാണ് പഠിക്കേണ്ടത്. കാര്യം നമ്മുടെ സംസ്ഥാന പക്ഷിയായി വേഴാമ്പലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ കാര്യം നമുക്ക് പലർക്കും ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. എന്നാലും ഞാനൊക്കെ കുറച്ച് നാളായതേ ഉള്ളൂ ഇതൊക്കെ അറിഞ്ഞിട്ട്. അപ്പം ഞാൻ അറിഞ്ഞ അറിവ് മറ്റുള്ളവരോട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വേഴാമ്പലിനെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കാം. അപ്പം വേഴാമ്പലും കുടുംബജീവിതം എന്നാണ് നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ പേര്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അനുസരിച്ചുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം. അവിശ്വാസത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വിവാഹമോചനങ്ങളുടെയും സംഭവങ്ങൾ പെരുകുമ്പോൾ ത്യാഗത്തിൻ്റെയും ദാമ്പത്യ വിശ്വാസത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും മാതൃകയാണ് വേഴാമ്പൽ കുടുംബം. അപ്പം ആ കഥയിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ കുടുംബ ബന്ധത്തിൻ്റെ പവിത്രമായ പാഠമാണ് നമുക്ക് വേഴാമ്പൽ എന്ന് പറയുന്ന ആ ഒരു പക്ഷി പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ പക്ഷിമൃഗാദികളും മറ്റ് മനുഷ്യരുമായിരുന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഏകദേശം എന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ. അപ്പം ഒന്നിലധികം ഇണകളൊക്കെ ഉള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെയാണ് ഇപ്പം ഭൂരിഭാഗം ഈ ലോകത്ത് കാണുന്നത്. പക്ഷേ അതിനെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ വേഴാമ്പൽ എന്ന് പറയുന്ന മഹത്തായ പക്ഷി എന്ന് പറയുന്നത് അത് നല്ല സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് അവർക്കുള്ളത്. അപ്പം ആ ദാമ്പത്യ ജീവിതത്തിനിടയിൽ അവർക്ക് മുട്ടയിടാൻ സമയമാകുമ്പോൾ പറ്റിയ ഒരു മരപ്പൊത്തോ കൂടോ അങ്ങനെ എന്തേലും അവർ കണ്ടുപിടിച്ചതിന് ശേഷം ആൺവേഴാമ്പലും പെൺവേഴാമ്പലും ഒരുമിച്ച് ചേർന്ന് കൂടിൻ്റെ മുൻഭാഗം മൊത്തം ഇങ്ങനെ എന്തെങ്കിലും കറയോ മരത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ചെളിയൊക്കെ കൊണ്ട് അങ്ങനെ അടച്ചു വയ്ക്കും. എന്നിട്ട് പെൺവേഴാമ്പലിന് അതിൻ്റെ അകത്ത് കയറാൻ കണക്കാക്കിയിട്ട് അതങ്ങനെ വെച്ച് വയ്ക്കും. അതിന് ശേഷം ഈ എന്താ ചെയ്യുന്നറിയാവോ, കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആൺവേഴാമ്പൽ അതിൻ്റെ കൊക്ക് കടത്താൻ പാകത്തിനുള്ള ഒരു ദൂരം മാത്രം അവിടെ വച്ചതിന് ശേഷം ബാക്കി 4 വശം അങ്ങടച്ച് വയ്ക്കും. എന്നിട്ട് ഈ ആൺവേഴാമ്പൽ ഈ പെൺവേഴാമ്പലിന് വേണ്ടിയിട്ട് ഭക്ഷണം അന്വേഷിച്ച് പോകും. പക്ഷേ ഭക്ഷണം അന്വേഷിച്ച് പോയി അതിന് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് വന്നാൽ ആ കൂട്ടിൻ്റെ വെളിയിൽ തന്നെ ഈ ആൺവേഴാമ്പൽ കാവലിരിക്കും. കാര്യം ഈ കൂടോ ഈ പക്ഷിനെയോ ആരെങ്കിലും ഉപദ്രവിക്കുന്നു എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ കൂട്ടിനുള്ള മുട്ടയിട്ട് അടയിരിക്കുന്ന വേഴാമ്പലിന് അത് തേടി കൊണ്ടുവന്നത് അതിന് ശേഷം പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ മുട്ട വിരിയും. ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ മുട്ട വിരിയുമ്പോൾ അച്ഛൻ്റെ ജോലിഭാരം പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത് ആൺവേഴാമ്പലിന്. എന്ന് വെച്ചാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പെൺവേഴാമ്പൽ അതിൻ്റെ അകത്ത് മുട്ടയിട്ട് അതിൻ്റെ അകത്ത് ഈ അട വിരിയാൻ വേണ്ടി ഇരിക്കുന്ന ആ സമയത്ത് ആ വേളകളിൽ ഈ പെൺവേഴാമ്പലിൻ്റെ തൂവലുകൾ മൊത്തം കൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് അതിന് പിന്നെ പറക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ അതുപോലെ അതിൽ നിന്ന് പുറത്ത് വെളിയിലോട്ട് വരാനും അതിന് പറ്റത്തില്ല പെൺവേഴാമ്പലിന്. അപ്പം ഈ ആൺവേഴാമ്പൽ അതിന് വേണ്ടുന്ന ഭക്ഷണം റെഡിയാക്കി കൊടുക്കും. പിന്നെ അതും കൂടാതെ എന്ന് വെച്ചാൽ ഈ കൊഴിഞ്ഞ ഈ തൂവലിൻ്റെ പുറത്താണ് ഈ കുഞ്ഞുങ്ങൾ ഭദ്രമായിട്ട് കിടന്നുറങ്ങുന്നത്. സുഖങ്ങളെല്ലാം പ്രായപൂർത്തിയായി വലുതായി എന്നറിയുമ്പോഴത്തേക്ക് ആ പെൺവേഴാമ്പൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രത്യേക ഒരു ശബ്ദം പുറപ്പെടുവിക്കും, ഒരു ബീപ്പ് സൗണ്ടൊക്കെ ഒന്ന് പുറപ്പെടുവിക്കും. അപ്പോൾ ഈ ആൺവേഴാമ്പലിന് മനസ്സിലാവും അതിന് പുറത്ത് വരാനുള്ള ടൈമായിരുന്നു. അപ്പോഴത്തേന് അത് കൂട് പൊളിച്ച് അതിനെ എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവരും. പക്ഷേ ഇൻ കേസ് അതിന് വരാം ആ ആൺവേഴാമ്പൽ അതിൻ്റെ ഇണയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഭക്ഷണം അന്വേഷിച്ച് പോകുന്ന വഴിയിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ പിന്നെ അതിന് തിരിച്ചു വരാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് അത് ആ കൂടിൻ്റെ അകത്ത് തന്നെ ആ കുഞ്ഞുങ്ങളും അമ്മയും കിടന്ന് അങ്ങ് മരിച്ചു പോവുകയും ചെയ്യുന്നത്. പക്ഷേ 1.5 മാസത്തോളം ഈ സ്വയം സൃഷ്ടിക്കുന്ന ഒരു തടവറയിലുണ്ടല്ലേ കഴിയുന്ന അമ്മയ്ക്ക് അതൊരു ദുരിതമായിട്ടൊന്നും തോന്നാറില്ല. മറിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളോടും ജീവിത പങ്കാളിയോടുമുള്ള ഒരു സ്നേഹത്തെ പ്രതി അത് സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയോ ചെയ്യുന്നത്. പക്ഷേ 1.5 മാസത്തോളം കൂട്ടിൽ കഴിയുന്ന പെൺവേഴാമ്പൽ ശരീരത്തിലെ തൂവലുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഈ തൂവൽ മെത്തയിലാണ് പിന്നീട് കുഞ്ഞുങ്ങൾ സുഖമായി കിടന്നുറങ്ങുന്നത്. തൂവലുകളില്ലാതെ പറക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ആൺവേഴലിൻ്റെ സഹായമില്ലാതെ അതിനും കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. ഈ സമയം തൻ്റെ ഉത്തരവാദിത്വ ബോധം മനസ്സിൽ വെച്ചിട്ടാണ് ഈ ആൺവേഴാമ്പൽ ഭക്ഷണം തേടിയൊക്കെ പോകുന്നത്.
പക്ഷേ ആ സമയം നോക്കിയിട്ട് ഈ ആൺവേഴാമ്പൽ വേറൊരു ഇണയെ അന്വേഷിച്ചൊന്നും പോവാറില്ല. അതാണ് വേഴാമ്പലിൻ്റെ ഒരു പ്രത്യേകത തന്നെ. പക്ഷേ കുടുംബജീവിതത്തിൻ്റെ ഒരു മഹനീയമായ ഒട്ടേറെ കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ് വേഴാമ്പലിൻ്റെ കുടുംബജീവിതം എന്ന് പറയാം. കുടുംബത്തിന് വേണ്ട ഘടകങ്ങളായ സ്നേഹം, സഹനം, വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒത്തൊരുമ എന്നെല്ലാം ഇവിടെ ഒരുമിച്ച് ചേരുന്നു. ഞാനാണോ നീയാണോ വലുത് എന്ന ചിന്തയില്ലാതെ, വാശിയില്ലാത്ത, ദുരഭിമാനമില്ലാത്ത, ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന, പരസ്പരം കുറവുകളും ഗുണങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന കുടുംബത്തിന് എന്നും നിലനിൽപ്പുണ്ടാകുമെന്നാണ് നമ്മുടെ വേഴാമ്പൽ കുടുംബം നമുക്ക് മാതൃകയായി കാണിച്ചു തരുന്നത്. ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിനാണ് നമ്മൾ കൊടുക്കേണ്ടത്, 2-ാം സ്ഥാനം കുടുംബത്തിന്, 3-ാം സ്ഥാനം നമ്മുടെ ശാരീരികമായും മാനസികമായ ആരോഗ്യത്തിന് കൊടുക്കണം, 4-ാം സ്ഥാനം നമുക്ക് ജോലിക്കും, 5-ാം സ്ഥാനമാണ് നമ്മൾ വീട്, വാഹനം, മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് 5-ാം സ്ഥാനമാണ്. പക്ഷേ എന്നാലും ഈ കാലഘട്ടത്തിൽ പലരും ഇതെല്ലാം തെറ്റിച്ച് ആദ്യം ഈ സുഖഭോഗങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആരായിരുന്നാലും അല്ലേ, എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പം നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ജ്ഞാനപ്പനയിൽ പറയുന്നത് 10 കെട്ടുകൾ 100 മതിയെന്നും 100 കെട്ടുകൾ ശതമാകിലുമെന്നും പറയുന്നത് പോലെ അല്ലേ, നമുക്ക് ആദ്യം ഒന്ന് ഇരിക്കാൻ തോന്നും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ തോന്നുന്നു. അപ്പോൾ കിട്ടുമ്പോൾ തോന്നും ഇച്ചിരി കൂടെ നല്ലത് കിട്ടിയാൽ തോന്നുന്നു. അപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ഭയങ്കര തിരക്കുള്ള ഒരു ബസ്സിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നൊന്ന് കയറി പറ്റിയാൽ മതിയെന്ന് വിചാരിക്കും. കയറി പറ്റുമ്പോൾ വിചാരിക്കും ഇച്ചിരി കൂടെ ഒന്ന് വിശാലമായിട്ട് നിൽക്കാൻ തോന്നും. കുറച്ച് കഴിയുമ്പോൾ തോന്നും ഒന്ന് ഇരുന്നാലോ എന്ന് ചോദിക്കും. ഒന്ന് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടിയാലോ എന്നല്ലേക്കും. ഇരിക്കാൻ ഒരു ഇച്ചിരി സ്ഥലം കിട്ടുമ്പോൾ ഒന്ന് വിശാലമായിട്ടൊന്ന് കുലുങ്ങിയൊക്കെ ഇരിക്കാൻ തോന്നും. പക്ഷേ അതുപോലെയാണ് നമ്മൾ ഒന്ന് കിട്ടിയെങ്കിൽ 10നോടാണ് ആശ. അത് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ രാത്രി ഉറക്കം കളിച്ചിരുന്ന് മക്കളെയൊക്കെ നോക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ചിലർ കാണുന്നുണ്ടാവും. പക്ഷേ ബാല്യത്തിൽ ഡേ കെയറിലും പിന്നെ കുറച്ച് ശൈശവമൊക്കെ കൗമാരത്തിലൊക്കെ ആകുമ്പോൾ ഹോസ്റ്റലുകളിൽ മക്കളെ തള്ളുന്ന ഒരു മാതാപിതാക്കളൊക്കെ ഇപ്പോൾ ജോലിയുടെ ആ ഒരു ഇതുകൊണ്ടുമൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ വാർദ്ധക്യത്തിൽ മക്കൾ തന്നെ നമ്മളെ വയോജന വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടാക്കുന്ന ഒരു കാലഘട്ടം വളരെ വിദൂരമല്ല അല്ലേ. സ്നേഹവും സാമീപ്യവും മക്കൾക്കും ജീവിത പങ്കാളിക്കും കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തിരിക്കണം. പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് തേടി നടന്നാൽ അത് കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ അതിൽ പരാതി പറഞ്ഞിട്ടോ പരിഭവിച്ചിട്ടോ ദുഃഖം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കേണ്ട സമയത്ത് സ്നേഹമായിരുന്നാലും സാമീപ്യമായിരുന്നാലും അത് കൊടുക്കേണ്ട സമയത്ത് തന്നെ നമ്മൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനാൽ ജോലിയുടെയും ബിസിനസ്സിൻ്റെയും തിരക്കുകൾ പറഞ്ഞ് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിയും അല്ലേ അവരുടെ വേദന. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ ദൈവത്തിന് കൊടുക്കുക, അത് കഴിഞ്ഞ് കുടുംബത്തിന് കൊടുക്കുക. കുടുംബം ആണ് നമുക്ക് പ്രധാനം. അപ്പം വസുദൈവ കുടുംബം. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വേഴാമ്പലിൻ്റെ ആ ഒരു ജീവിതം കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വേഴാമ്പലിനെ സംസ്ഥാന പക്ഷിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളതിനെ അല്ലേ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം എന്തുകൊണ്ടും അനുയോജ്യമായതും വേഴാമ്പൽ തന്നെയാണ് എന്ന് ഈ കഥയിലൂടെ എനിക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങൾക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ജീവിതമെല്ലാം വളരെ സന്തോഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.